ശ്രീമന്നാരായണീയം 7-ാം ദശകം 6 മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുത്ലതാതുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തരാ ത്വൽപാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ആ വൈകുണ്ഠലോകത്തിൽ നിരവധി ദിവ്യ നാരികളാൽ പരിസേവിതയായി വിശ്വവിമോഹനമായ ദേഹലതയാൽ ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്നവളും വിസ്മയനീയമായ ദിവ്യ മാഹാത്മ്യത്തോടു കൂടിയവളുമായ ലക്ഷ്മി ഭഗവതി അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്താൽ പ്രചോദിതയായി സദാ സാക്ഷാത്കരിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. ഹേ ഭഗവാനെ, അങ്ങയുടെ ആ പരമപദം എനിക്ക് തന്നാലും. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം പാസ്വൽക്കോടിലസത്കിരീടകടകാദ്യകൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാന്തവരൂപമക്ഷിതവിധിസ്തതേ വിഭോ ഭാതുമേ. ഇപ്രകാരം പ്രദർശിപ്പിക്കപ്പെട്ട വൈകുണ്ഠലോകത്തിൽ രത്നസിംഹാസനത്തിലിരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കോടി സൂര്യന്മാരെ പോലെയുള്ള കിരീടം, കടകം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രകാശപൂർണമായതും ശ്രീവത്സാങ്കിതമായിട്ടുള്ളതും കൗസ്തുഭരത്നകാന്തിയാൽ അരുണവർണം പൂണ്ടതും എല്ലാ വിശ്വത്തിൻ്റെയും മൂലകാരണവുമായ അങ്ങയുടെ രൂപത്തെ ബ്രഹ്മാവ് പ്രത്യക്ഷ രൂപത്തിൽ ദർശിച്ചു. ഹേ ഭഗവാനെ, ആ രൂപം എന്നിലും പ്രകാശിപ്പിക്കണമേ. കാളാംഭോധകളായ കോമളരുചി ചക്രേണ ചക്രന്ദിശാ ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജൽക്കംബുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടിസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്ഭാസ്വദേ. കാർമേഘം, കായാമ്പൂ എന്നിവ പോലെ കോമളമായ പ്രകാശവലയത്താൽ 4 ദിക്കുകളെയും ആവരണം ചെയ്യുന്നതും കാരുണ്യപൂർണമായ മന്ദഹാസധാരയാൽ പ്രസന്നമായ മുഖത്തോട് കൂടിയതും വിരാജമാനങ്ങളായ ശംഖ്, ഗദ, ചക്രം, പങ്കജം എന്നിവയേന്തുന്ന ഐശ്വര്യസമ്പൂർണങ്ങളായ ഭുജങ്ങളോട് കൂടിയതും ബ്രഹ്മദേവന് സന്തുഷ്ടിയുണ്ടാക്കുന്നതുമായ അങ്ങയുടെ പരിശുദ്ധമൂർത്തി അല്ലയോ ഭഗവാനെ, നിശ്ചയമായും എൻ്റെ രോഗങ്ങളെ അകറ്റിക്കളയും. ദൃഷ്ട്വാ സംഭൃത സംഭ്രമകമലഭൂ സ്ത്വൽപാദപാധോരുകേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജാനാസേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയാ ദൈത്യഭവൽ സ്വരൂപ പരമിത്യാജഷ്ടദം ത്വാം ഭജേ. ആ സ്വരൂപ ദർശനത്താൽ പരിഭ്രാന്തചിത്തനായ ബ്രഹ്മാവ് ഹർഷാവേഗത്തിന് കീഴ്പ്പെട്ട് അങ്ങയുടെ ചരണകമലത്തിൽ നമസ്കരിച്ച് പ്രീതനും കൃതാർത്ഥനുമായി പറഞ്ഞു, അല്ലയോ വിഭോ, അങ്ങയ്ക്ക് എൻ്റെ ആഗ്രഹമറിയാമല്ലോ. ദ്വൈതവും അദ്വൈതവുമായ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം എന്നിലുണ്ടാകണമേ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ട അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ആതാമ്രേ ചരണേ
വിനമ്രമതതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധി ബന്ധോപി സഞ്ജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദരൈവ സ ഭഗവന്നുല്ലാസയോല്ലാഖദാം. അരുണാഭങ്ങളായ പാദങ്ങളിൽ നമസ്കരിച്ച ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചിട്ട് അങ്ങ് പറഞ്ഞു, അവിടുത്തേക്ക് യഥാർത്ഥ ജ്ഞാനസിദ്ധി ലഭിക്കും. സൃഷ്ടി കർമ്മങ്ങളാൽ ബന്ധം സംജാതമാവുകയില്ല. ഈ വാക്കുകളാൽ സന്തുഷ്ടനായി ഭവിച്ച ബ്രഹ്മാവിൻ്റെ മനസ്സിൽ മറഞ്ഞിരുന്നു കൊണ്ട് അങ്ങ് അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, എന്നിൽ ആരോഗ്യത്തെ പ്രകാശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.